അപ്പൊ ഇന്ന് നമ്മുടെ കോളേജ് എക്സ്പോയുടെ ഫസ്റ്റ് ഡേ ആണ്. റീൽസിനോട് കിട്ടിയോടാ സ്ലോ മോഷൻ ഇത് വൈറലാവും. കോപ്പ് ഇതിനാണ് നീ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. പക്ഷെ എക്സ്പോ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഈ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ഞങ്ങൾ എല്ലാവരും ഡെക്കറേഷന്റെ തിരക്കിലായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും അതിന് എന്ത് പണിക്ക് വന്നവരായിക്കോട്ടെ, പന്തല് പണിക്ക് വന്നവരായാലും ശരി, പട്ടി പഠിക്കാൻ വന്നവരായാലും ശരി, ചെയ്യുന്ന പണി വെടിപ്പായിട്ട് ചെയ്യണം. മനസ്സും കരങ്ങളും ഒരേ സ്ഥലത്ത് നിലനിർത്തണം. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും അതിൻ്റെതായിട്ടുള്ള ഗെയിംസും പ്രോഗ്രാംസും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സ്പെഷ്യൽ ആക്കുന്നതാണ് പാമ്പും കോണി. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. അങ്ങനെ പാമ്പും കോണി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി അടുത്ത പണിയാണ് ഡെക്കറേഷൻസ്. എല്ലാവരും അവനവനെ കൊണ്ടാവണ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക. കൂടെ ഞങ്ങളും ബലൂണൊക്കെ പിടിച്ച് സഹായിക്കണതാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇത് കഴിഞ്ഞിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ ഏതാന്നൊക്കെ ഞങ്ങൾ അപ്പൊ തന്നെ ആലോചിച്ചു കിട്ടും. അപ്പൊ ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷിന്റെ ഫൈനൽ ലുക്ക്. ഇതെന്ത് ഡെക്കറേഷനാന്ന് പറഞ്ഞ് സ്കിപ്പ് അടിക്കാൻ നിൽക്കണ്ട, നല്ല ട്വിസ്റ്റുകൾ വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കാരപ്പെടുത്തിയിട്ടുണ്ട്. അലങ്കാരപ്പണി എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അവന്റെ വിദ്യാഭ്യാസ കുറവുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞത്. സുന്ദരമായ മരം കണ്ടോ, എന്തൊരു ലിറ്ററേച്ചർ തനിമ. ആഴത്തിൽ ചിന്തിക്കുന്നതോറും കൂടുതൽ മനസ്സിലാക്കാന്ന് പണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ ഉള്ളിക്ക് ചെല്ലുന്തോറും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. താണ്ടേ നമ്മുടെ കലാവിരുത്. ഇനിയൊരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. അത് ആരാണ്ടൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ പറഞ്ഞതാ. ഇനി നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. നമ്മൾ ഇത്രയും നേരം കണ്ട പോലെയല്ല, അതിദാരുണമായ നിരവധി സംഭവങ്ങൾ അരങ്ങേറിയ ഡാർക്ക് റൂം. പേര് പോലെ തന്നെ റൂം ഭയങ്കര ഇർട്ടാട്ടോ. ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ കൂടെ ആരൊക്കെയോ ഉള്ള പോലെ തോന്നും, നമ്മുടെ നിഴല് പോലെ. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും കാണില്ല. പക്ഷെ അവിടെ ആരൊക്കെ ഉണ്ട്. ഇതിന്റെ ബാക്കി എന്താ സംഭവിച്ചറിയണ്ടേ? ഇനി അടുത്ത പാർട്ട് കാണാം. ഓക്കെ, ബൈ. നീ ബാഗ് എടുത്തോ. ഇവിടെ ഒരു ജാലിയൻ വാലാബാഗ് സൃഷ്ടിക്കണ്ട. വാ, നമുക്ക് ദണ്ഡി യാത്രയ്ക്ക് പോകാം. നീ കൂടെ ഉണ്ടെങ്കിൽ തെണ്ടി. ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല. അമ്മായി ഫിഷ് ഫ്രൈ.